ഏറെ പ്രിയങ്കരനായ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചിട്ടുള്ള ബഹുമാന്യനായ ഹനീഫ സാഹിബ്, പ്രിയപ്പെട്ട മാനേജർ പി അബ്ദുള്ളക്കുട്ടി, ബഹുമാന്യനായ പ്രിൻസിപ്പൽ സൈനുദ്ദീൻ സർ, നമ്മുടെ ഹെഡ് മാസ്റ്റർ സലാം മാഷ്, അനുമോദന പ്രസംഗം നടത്തുന്ന എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ മുസമ്മിൽ ഖാൻ, ഇവിടുത്തെ PTA പ്രസിഡന്റ് ഉസ്മാൻ PP, വാർഡ് മെമ്പർ അജിത, ബഹുമാന്യരായ അബ്ദുൽ ഹമീദ് AK, മുഹമ്മദ് അലി CK, ഫൈസൽ കുടിക്കത്തൊടി, അതുപോലെ വേദിയിലുള്ള ബഹുമാന്യരായ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധികൾ, അതുപോലെ സ്റ്റാഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഹയർ സെക്കൻഡറിയിലെയും ഹൈസ്കൂളിലെയും അധ്യാപകർ, സ്നേഹനിധികളായ രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വിജയകിരീടം ചൂടിയ വിദ്യാർത്ഥിനികൾ, അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേങ്ങൂരിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യാപികമാരെ, അധ്യാപകർ. വേങ്ങൂർ സ്കൂളിനെ കുറിച്ച് ഇവിടെ ഹനീഫ സാഹിബ് പറയുമ്പോൾ ഞാൻ ഈ പെരിന്തൽമണ്ണയിൽ വന്ന് ആദ്യം കേട്ട കഥകളിലൊന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് കുഞ്ഞാണി ഹാജിയെ കുറിച്ചുള്ള കഥകളാണ്. ഒരു നാടൻ മനുഷ്യനായ ഒരു കാർഷിക മേഖലയിൽ മാത്രം നിൽക്കുന്ന ഒരാൾ ഒരു നാടിൻ്റെ വെളിച്ചമായതിനെ കുറിച്ചും അദ്ദേഹം സമർപ്പണ ബോധത്തോടെ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ കുറിച്ചും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരും നേതാക്കളും പാണക്കാട് കുടുംബവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധം ഒരു നാടിൻ്റെ വിളക്കായി മാറുന്നതിന് വേണ്ടിയുള്ള ഒരു വിദ്യാലയത്തെ പടുത്തുയർത്തുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചും ഞാൻ അനവധിയായി കഥകൾ കേട്ടിട്ടുണ്ട്. ചില കഥകളിൽ തമാശയുണ്ടായിട്ടുണ്ട്, ചില കഥകളിൽ വളരെ കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ടായിട്ടുണ്ട്, ചില കഥകളിൽ അദ്ദേഹം ഒരു വീരപുരുഷനായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഹനീഫ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, അതിൻ്റെ നല്ല തുടർച്ചക്കാരനായിട്ടാണ് ഹനീഫ ഇവിടെ തുടർന്ന് നിൽക്കുന്ന കാര്യത്തിൽ. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ സർവീസ് അവസാനിപ്പിക്കുന്നു എന്ന് നബീൽ എന്നോട് പറഞ്ഞു, അമീദ് ഖീൻ പറഞ്ഞു. പക്ഷേ ഒരിക്കലും അവസാനിക്കാത്ത ഒരു സർവീസ് ഉണ്ടെങ്കിൽ അത് ഹനീഫയുടേത് മാത്രമാണ്. ഹനീഫ കഴിഞ്ഞാൽ പിന്നെ സർവീസ് ഇല്ല, അങ്ങനെ ഒരു സർവീസ് ഇല്ല. ഒരു പക്ഷേ രജിസ്റ്ററിൽ ഒപ്പിടുന്നത് മാത്രമേ അവസാനിക്കുള്ളൂ. ഹനീഫയുടെ സർവീസ് ഈ സ്കൂളിൻ്റെ ആത്മാവാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് പലപ്പോഴും വിജയങ്ങളെ കുറിച്ച് നമ്മൾ പറയും. വിജയം എന്ന് പറയുന്നത് അങ്ങനെ ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഒരു വിജയവും വെറുതെ ഉണ്ടാകുന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ? ഒരു വിജയവും അങ്ങനെ ഉണ്ടാകുന്നതല്ല. ഞാനിവിടെ ഇരിക്കുന്ന മിടുക്കരായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയുന്നു, ഈ വിജയം നിങ്ങളുടെ പ്രയോറിറ്റിയുടെ വിജയമാണ്, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വിജയം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചു നേടിയ വിജയമാണ്. ഈ കുട്ടികൾക്ക് എത്രയോ ഉഴപ്പാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ മുഴുവൻ സമയവും റീൽസ് കണ്ടു തീർക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടികൾ വളരെ ഗൗരവത്തോടെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തത് കൊണ്ട് തന്നെയാണ് ഈ വിജയം ഉണ്ടായത് എന്ന കാര്യത്തിൽ ആലോചിച്ചു. എന്നാൽ ഈ വിജയത്തിന് ഹീറോസ് മാത്രമല്ല, ഹീറോസിനെ ഉണ്ടാക്കുന്നത് രാജശില്പികളാണ്. ഒരു മരം ഒരു ശില്പമായി മാറുന്നത് അതിമനോഹരമായ ഉളികൊണ്ട് അത് ചുറ്റിയെടുക്കുമ്പോഴാണ്, അല്ലേ? എല്ലാം മരത്തടിയിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു മെമന്റോ നോക്കൂ നിങ്ങൾ, ഇതിങ്ങനെ ഉണ്ടാക്കിയത് ആരാണ്? ഇത് വെറും ഒരു തടിക്കഷ്ണമാണ്. ആ തടിക്കഷ്ണത്തെ ഒരു മെമന്റോ ആക്കിയതിന് പിന്നിൽ ഒരു കരവിരുതുണ്ട്. ആ കരവിരുത് ഈ വിദ്യാലയത്തിലെ സമർപ്പണ ബോധമുള്ള അധ്യാപകരുടേതാണ് എന്നും നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ കുട്ടികളെ ഈ മെമന്റോ പെട്ടവർ, അവരുടെ എല്ലാ രഹസ്യങ്ങളും അവർ തുറന്നു പറയുന്നവർ, അവരുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കുന്ന ഇന്നത്തെ അധ്യാപകർ. അതുകൊണ്ട് അധ്യാപകരും കുട്ടിയുമല്ല, അവരൊരു സുഹൃത്തുക്കളായി മാറിയ ഒരു കാലത്ത്
ആ സൗഹൃദത്തിന്റെ കൂടി വിജയമായി വേങ്ങൂരിന്റെ ഈ മഹാവിജയത്തെ ഞാൻ കാണുകയാണ്. ഇവിടെ ഞാൻ കയറി വരുമ്പോൾ തന്നെ അലിഫ പറഞ്ഞത് ഈ വിജയത്തിന്റെ മാറ്റിനെ കുറിച്ചാണ്. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാവർക്കും A+ കിട്ടിയ ഒരു കാലമല്ല ഇത്. ഇപ്പൊ ഞങ്ങള് വരുന്ന 13-ാം തീയതി ഞാൻ ഈ കുട്ടികളെ ക്ഷണിക്കാൻ കൂടി ആവശ്യപ്പെട്ടിരിക്കുക. MLA എന്ന നിലയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികളും, അതിന്റെ മുഖ്യ ശില്പിയും നമ്മുടെ നബീലാണ്. നബീൽ മാഷാണ് നമ്മളെ ക്രിയ എന്ന പ്രോജക്റ്റിന്റെ ശില്പി. അത് 13-ാം തീയതി നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ മൊത്തം ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 2000-ഓളം കുട്ടികൾക്ക് നമ്മൾ അവാർഡ് കൊടുത്തിരുന്നു അല്ലേ നബീലെ? അതിൽ SSLC ഫുൾ A+ ഉണ്ട്, +2 ഫുൾ A+ ഉണ്ട്, NMS നേടിയ കുട്ടികളുണ്ട്, USS ഉണ്ട്, LSS. എന്നാൽ ഇത്തവണ SSLC +2 A+കാരുടെ എണ്ണം ഏതാണ്ട് പകുതിയോളം കുറഞ്ഞിരിക്കും. A+കാരുടെ എണ്ണം പകുതിയോളം കുറഞ്ഞപ്പോഴും ജയിച്ച കുട്ടികളുടെ എണ്ണത്തിന്റെ പകുതിയും A+ ആക്കാൻ കഴിഞ്ഞ ഒരൊറ്റ സ്കൂളുണ്ട്. അതൊരു അപാര വിജയമാണ്. അതൊരു ഒന്നൊന്നര വിജയമാണ്. അത് പ്രിൻസിപ്പാളും ഹെഡ്മാഷും ഈ നാട്ടിലെ മുഴുവൻ അധ്യാപകരെ പ്രത്യേകിച്ച് അത്രയേറെ സമർപ്പണത്തോടെ നിന്നതുകൊണ്ടും പരിശ്രമിച്ചതുകൊണ്ടും ഈ കുട്ടികൾ അതിനുള്ള ഒരു കേപ്പബിൾ ആയതുകൊണ്ടും നമ്മൾ ഒരുമിച്ച് നേടിയതാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അനന്തമായ സാധ്യതയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പഴയ ഒരു കാലത്തെ പോലെയാണ്. ഇന്ന് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അനന്തമായി നിൽക്കുന്ന ഒരു കാലമാണ്. നമ്മളുടെ കുട്ടികളുടെ അവസരങ്ങളെ ഒരിക്കലും നമ്മൾ തടയരുത്. ഇന്ന് നമ്മുടെ കുട്ടികൾ സ്വപ്നം കാണുന്ന ഉയരവും അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇക്കഴിഞ്ഞ 5 വർഷം MLA ആയതോ ഇപ്പൊ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ സ്നേഹം കൊണ്ട് മൂടി തന്ന ഈ ഒരു ഭൂരിപക്ഷം നേടിയത് കൊണ്ടോ അനുഭവിച്ച സന്തോഷത്തെക്കാൾ ഞാൻ സന്തോഷം അനുഭവിച്ചത് ഈ 5 വർഷത്തിനിടയിൽ 108 കുട്ടികളെ പച്ച മഷി കൊണ്ട് ഒപ്പിടുന്ന ഏറ്റവും നല്ല ഗസറ്റഡ് ഓഫീസർമാരാക്കാൻ തങ്ങളുടെ പേരുള്ള ഐതൽ സിവിൽ സർവീസ് അക്കാദമിക്ക് കഴിഞ്ഞുവെന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നീറ്റ് മാത്രം പോരാ കുട്ടികൾ. ഇപ്പൊ ഇവിടെ ഫുൾ A+ സയൻസ് കിട്ടുമ്പോൾ രക്ഷിതാക്കൾ ആദ്യം ചിന്തിക്കുക എന്താണ്? നേരെ നീറ്റല്ലേ? ഇവിടെ +2 സയൻസ് കഴിഞ്ഞ കുട്ടികളൊന്ന് കൈപോക്കിയേ, ഫുൾ A+കാരൊക്കെ കൈപോക്കിയേ. ശരി, ഇനി നിങ്ങൾ നീറ്റിന് പോകാത്ത എത്ര കുട്ടികളുണ്ടെന്ന് കൈപോക്കിയേ? ജയിക്കും നീറ്റിനും അല്ലെ? ജയിക്കുണ്ടോ? ഓക്കെ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ലിമിറ്റ് ഒരിക്കലും MBBS ആകരുത്, നിങ്ങളുടെ ലിമിറ്റ് ഒരിക്കലും എഞ്ചിനീയറിംഗ് ആകും. ഇന്ന് നമുക്ക് അത് മാത്രമല്ല സാധ്യതയുള്ളത്. കുട്ടികളെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് വളരെ സാച്ചുറേറ്റഡ് ആയി മാറുന്ന ഒരു മേഖല മെഡിക്കൽ രംഗമാണ്. വളരെ സാച്ചുറേറ്റഡ് ആവുകയാണ്. ഇനിയുള്ള കാലത്ത് ഒരു വെറും MBBS-ഓ MD-യോ ഉണ്ടായിട്ട് കാര്യമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞ് നമുക്ക് വിദേശത്തൊക്കെ പോയി പഠിച്ച് കുട്ടികൾ വേണം. ഒരു 10-12 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങളോട് ഒരു കഥ. ഇത്തവണ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് സബീൽക്കാർ വിജയിച്ച ജഹാന സലീം എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി വേങ്ങൂര് പോലൊരു എയ്ഡഡ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. A+ നേടിയ കുട്ടിയാണ്. അത് കഴിഞ്ഞ് ഫാറൂഖ് കോളേജിൽ നിന്ന് ഡിഗ്രി നേടിയ ഒരു കുട്ടിയാണ്. PGക്ക് പോകുന്ന 2 വർഷം ആ കുട്ടി നമ്മളുടെ അക്കാഡമിയിൽ പഠിച്ചു. 348-ാം റാങ്ക് നേടി IAS. അവളുടെ വാപ്പ ഒരു ഗൾഫിലെ സാധാരണ ഹൗസ് ഡ്രൈവറാണ്. ഇവിടെ ഗൾഫിൽ നിന്ന് വന്നവരും ഗൾഫിൽ ഉണ്ടായിരുന്നവരും ഒരുപാടുണ്ടല്ലോ. ഒരു ഹൗസ് ഡ്രൈവർ അമേരിക്ക എന്തെല്ലാം കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്, എത്ര ചെറിയ ശമ്പളമാണ്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അത് നേടാൻ സാധിക്കുമെങ്കിൽ ഒരു ഡോക്ടർ ആവുമല്ല, 100 കണക്കിന് ഡോക്ടർമാരെ നിയമിക്കുന്ന ആരോഗ്യ സെക്രട്ടറിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രത്യാശ. നമ്മുടെ കുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കൊടുക്കണം. അത് കരുതി അവർ MBBS-ന് പോകണ്ടെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നല്ല സ്കോപ്പുള്ള സമയമാണ്.
MBBS-നേക്കാൾ സ്കോപ്പുള്ള കാലം, മെഡിസിനേക്കാൾ സ്കോപ്പുള്ളത് എഞ്ചിനീയറിംഗ്. ഇപ്പൊ ബിടെക് കഴിഞ്ഞ് IIT പിടിച്ച് IIT-യിൽ നിന്നൊക്കെ വിജയം നേടിയ കുട്ടികൾക്ക് ഒരുപാട് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാത്രമല്ല ഇന്ന് നമ്മുടെ പൊതുവെ നമ്മുടെ